ഈശോയുടെ വിലയേറിയ തിരുരക്തത്തിന്റെ ശക്തി ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ യേശുവിന്റെ തിരുരക്തത്തിന്റെ ശക്തിയിലൂടെ നിന്നിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ വിലയേറിയ തിരുരക്തത്തിൽ നമ്മൾ പൊതിഞ്ഞ് നമ്മളെ തന്നെ പ്രാർത്ഥിക്കുമ്പോണ്ടല്ലോ, കർത്താവ് നമ്മളെ സംരക്ഷിക്കും. ദൈവികമായ സംരക്ഷണത്തിന്റെ ഒരു വലയം നമ്മുടെ ചുറ്റും ആ സമയത്ത് വെളിപ്പെടുകയാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിൽ അതിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ 8-ാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, ക്രോധത്തിൽ നിന്ന് നമ്മൾ യേശുവിന്റെ തിരുരക്തത്തിലൂടെ നീതീകരിക്കപ്പെട്ട നമ്മൾ അവൻ മൂലം രക്ഷ പ്രാപിക്കുന്നു. യേശുവിന്റെ തിരുരക്തത്തിന്റെ സംരക്ഷണത്തിന്റെ മഹാത്മ്യത്തെ അവിടെ ദൈവത്തിന്റെ വചനം നമുക്ക് കാണിച്ചു നൽകുകയാണ്. ലോകത്തിൽ പാപം വർദ്ധിക്കുമ്പോൾ, പഴയ നിയമത്തിലും കൽപ്പനകൾ ലോകത്ത് ദൈവം നൽകുന്നതിന് മുൻപും പിൻപും പാപം ലോകത്ത് വർദ്ധിക്കുമ്പോൾ അതിന്റെ കോൺസിക്വൻസസ് പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവം ഇന്ന് ദൈവമക്കളോട് പറയുകയാണ്, യേശുവിന്റെ രക്തം കൊണ്ട് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നു. ആ രക്തത്തിൽ അഭയം പ്രാപിക്കുക. യേശു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയിൽ അഭയം പ്രാപിക്കുക. ആ തിരുരക്തത്തിന്റെ ശക്തി ഇന്ന് ഇങ്ങനെയെന്ന് പറഞ്ഞ്, യേശുവിന്റെ രക്തം ജയം. എൻ്റെ യേശുവിന്റെ രക്തം കൊണ്ട് ഞാൻ എന്നെ തന്നെ പൊതിയുന്നു. എൻ്റെ യേശുവിന്റെ രക്തം കൊണ്ട് ഞാൻ എന്നെ തന്നെ മുദ്രയിടുന്നു. യേശുവിന്റെ രക്തം കൊണ്ട് ഞാൻ എന്നെ തന്നെ കഴുകുന്നു. എൻ്റെ സഹോദരങ്ങളെ, ആ തിരുരക്തത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തിരുരക്തത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ പൊതിഞ്ഞു പിടിക്കും, നമ്മളെ വിടുതലിലേക്ക് നയിക്കും. കർത്താവ് ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ ആ പ്രവൃത്തിയുടെ അഭിഷേകം മുഴുവനും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയായി തീരും. ജൂലൈ മാസം കർത്താവിന്റെ തിരുരക്തത്തെയും തിരുഹൃദയത്തെയും ഒക്കെ നമ്മൾ ഓർക്കുന്ന മാസമാണ്. ആ തിരുരക്തത്തിന്റെ ശക്തിയിൽ നമുക്ക് ആശ്രയിക്കാം. ഗോഡ് ബ്ലസ് യു.